ഹലോ, ഇന്ന് ഏപ്രിൽ 23. ഇന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. രാവിലെ തന്നെ ഒരുങ്ങി പ്രാർത്ഥിച്ച് കുറിയെല്ലാം തൊട്ട് അമ്മയും ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം കണ്ണൂർ ആശുപത്രി ഇപ്പോൾ പുതുതായിട്ട് മാറി പുതിയ കെട്ടിടമൊക്കെ വന്നു, കാണാൻ കുറച്ച് ഭംഗിയായി. പക്ഷേ പ്രഗ്നൻസിൻ്റെ ഇതെല്ലാം പഴയ കെട്ടിടത്തിൽ തന്നെയാണ് കേട്ടോ, ഡെലിവറീൻ്റെ ഇതും ഇതെല്ലാം. അപ്പം രാവിലെ തന്നെ പോവാണ്. ചെറിയ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇന്ന് തന്നെ കാണും എന്നൊരു ഇതിലാണ് ഞാൻ പോയത്. അന്ന് തന്നെ ഡെലിവറി നടന്നില്ല, അവർ ട്യൂബ് ഇടുകയാണ് ചെയ്തത്. പോയപാട് അവർ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി, അതെല്ലാം അഡ്മിഷൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് വൈറ്റും ഡ്രസ്സ് ഇട്ടിട്ട് വരാനാണ് പറഞ്ഞത്. എന്നിട്ട് ട്യൂബ് ഇടുകയാണ് ചെയ്തത്. അതിലൂടെ വേദനേൻ്റെ മരുന്ന് അവർ തരും. വന്നും പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ ദിവസം. പിറ്റേന്ന് വെളുപ്പിനെയാണ് പോയിട്ട് ലേബർ റൂമിലേക്ക് ഞങ്ങളെ വിളിച്ചത്. പിറ്റേ ദിവസം വെളുപ്പിനെ കുളിച്ച് ആദ്യ ഡ്രസ്സൊക്കെ മാറി അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളാണെങ്കിൽ നല്ല അനക്കാണ് ഉള്ളുന്നത്. വേദന നല്ലോണം വരുമ്പോൾ നല്ലോണം അനങ്ങും. അങ്ങനെ മാക്സിമം നോർമൽ ഡെലിവറിക്കാണ് അവർ പരമാവധി നോക്കിയത്. ഡോക്ടർ മാക്സിമം നോക്കി. പിന്നീട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം കണ്ടമാനം പോയതുകൊണ്ട് പിന്നെ ഇവൾ അനങ്ങാതെയായി. ഇവളെ തല മേലെ വന്നു, കാല് താഴെ വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷനിലേക്ക് മാറുമായിരുന്നു. അപ്പോൾ പുറത്ത് എന്താണെന്നൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് ഹസ്ബൻഡ് ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് നോർമലിനായിരുന്നു താല്പര്യം, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. സിസേറിനായിരുന്നു. അങ്ങനെ എന്താ പറയുക, എല്ലാം ചടപടേന്നായിരുന്നു. വയറ് കീറുന്നതെല്ലാം ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. വേദന അനസ്തേഷ്യ വെച്ചുകൊണ്ട് വേദനയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്ത് വന്നപ്പോൾ തന്നെ ഇവൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു മോളാണെന്ന് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു. ഞാനൊരു മോളെയാണ് ആഗ്രഹിച്ചത്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കൊരു മോളെയാണ് കിട്ടിയത്. കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ഡ്രസ്സ് അച്ഛമ്മയെ ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കെട്ടുടുപ്പ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പൊതിച്ച് കൊണ്ടുവരില്ലേ ചെയ്തത്. ഹസ്ബൻഡ് അമ്മ വരുന്നോടും വരെ വെയിറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞുടുപ്പ് ഇടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരമാവധി എന്താ പറയുക, അവർ നോർമലിന് നോക്കിയിട്ട് ആ വേദന ഫുള്ള് അനുഭവിച്ചു. ലാസ്റ്റ് ആയപ്പോഴാണ് വെള്ളം മൊത്തം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പറ്റില്ല, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ പേടിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അറിഞ്ഞില്ലെങ്കിലും പിന്നീട് അറിയണ്ടേന്ന് ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ പിന്നീടാണെങ്കിലും എനിക്ക് വേദനേൻ്റെ മരുന്ന് ഇവർ വെക്കുമ്പോൾ അലർജി ഒന്നും ആവാത്തത് കൊണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ തന്നുകൊണ്ടേയിരുന്നു വേദനേൻ്റെ. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ പറഞ്ഞപ്പോഴാണ്, നടക്കാൻ പറഞ്ഞപ്പോഴൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത്. ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസം ICUയിലും പിന്നെ രണ്ടാമത്തെ ദിവസം നോർമൽ വാർഡിലേക്ക് മാറ്റി. പിന്നെ മോള് 5 ദിവസമാണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിൽക്കേണ്ടത്. 6 ദിവസം നിൽക്കേണ്ടി വന്നു. മോള് പാല് കുടിക്കണമെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കണം. പക്ഷെ ഇവൾക്ക് വിശക്കുമ്പോൾ മാത്രമേ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു മഞ്ഞേൻ്റെ ഇത് കണ്ടുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാത്രം NICUയിൽ അവളെ കിടത്തിയിരുന്നു. പിന്നീട് 6ാമത്തെ ദിവസം ഡിസ്ചാർജായി വരുന്നതാണ് കാണുന്നത്. 6ാമത്തെ ദിവസം ഡിസ്ചാർജായ ഹോസ്പിറ്റലിൽ വിട്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ നോക്കും ഇവർക്ക് എന്ത് വട്ടായോ എന്ന് വെച്ചിട്ട്. പിന്നെ ആ ഹോസ്പിറ്റലിൽ ഇട്ട് വരുമ്പോൾ എൻ്റെ മനസ്സെന്ന് പറയുക, എൻ്റെ ഏടത്തി അമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിൽ എനിക്ക് നല്ല പരിചയം വന്നത് എൻ്റെ ഏട്ടൻ്റെ കുട്ടി ഫസ്റ്റ് മോനുണ്ടായ സമയത്ത്. പിന്നെ ആ സമയത്ത് ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ പുറത്ത് എല്ലാ ആവശ്യത്തിനും നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഹോസ്പിറ്റൽ നല്ല പരിചയം. ഹോസ്പിറ്റലിൽ ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് എനിക്ക് കാണുന്നത്. അവിടെ വരവേക്കാൻ 2 കുഞ്ഞേട്ടന്മാരുണ്ടായിരുന്നു. കുഞ്ഞനീത്തിക്ക് 2 ഏട്ടന്മാർ, കുഞ്ഞനീത്തി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് രണ്ടാളും ഉറങ്ങിപ്പോയി. കാത്തിരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ യാത്രയെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴേക്കും 2 പേരും കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ ശേഷം പിന്നീട് 7ാം മാസത്തിലാണ് പോകുന്നത്. അതിന് ശേഷം ഞാൻ എൻ്റെ മോളുമായിട്ടാണ് കയറുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മോളുമായിട്ട് വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അമ്മ ആരതി ഒഴിയാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുക. എൻ്റെ ഏട്ടൻ്റെ മക്കളെ എല്ലാം അമ്മകത്തന്നെയാണ് ആരതി ഒഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറ്റിയത്. അവർ പിന്നെ 3ാം മാസത്തിലാണല്ലോ വരുന്നത്. ഞാൻ മകളായതുകൊണ്ട് പ്രസവിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞങ്ങൾ വീട് വെച്ചിട്ട് 2 വർഷം ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടി അരി അമ്മ കയ്യിൽ തന്നു. സത്യം പറഞ്ഞ അരി എന്തിനാ കയ്യിൽ തന്നേ അതെനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മക്ക് കൊടുത്തു തോന്നുന്നു. ഞാൻ അത് നമുക്ക് കൊടുക്കുന്നുണ്ട് അതിനകത്ത്.
ഇല്ല. പക്ഷെ പിന്നെ എന്തിനാ എഴുതി തന്നു അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വീഡിയോൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ടിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളെ ഒച്ച കേൾക്കും. ഞാനിത് രാവിലെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് കേട്ടോ. അപ്പോൾ അതാണ് അവൾ ഈ ഇടയ്ക്ക് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. 2 കുഞ്ഞ് ഏട്ടന്മാർ ഉറങ്ങിപ്പോയവരെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഏടത്തിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, അനു. അപ്പോൾ അവളും 2 കുഞ്ഞനിയന്മാരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി സർപ്രൈസെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ നേരെ പോകുന്നത്. അപ്പോഴേക്കും 2 പേര് എണീറ്റ് കതകിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ നേരെ പൂജാമുറിൻ്റെ അടുത്തുള്ള റൂമാണ് കേട്ടോ എൻ്റെ. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. 2 പേരും അത് കാണിച്ചു തരാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുക. ഉറക്കത്തെണീറ്റൻ്റെ ഒരു ഇത് ചെറിയാക്കുമുണ്ട്. അപ്പോൾ ഇതാണ് 2 പേര് കുഞ്ഞനീത്തിക്ക് വേണ്ടി ഒരുക്കി വെച്ച സർപ്രൈസ്. കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് വെൽക്കം ബേബി ഗേൾ എന്നൊക്കെ എഴുതി. ഞാൻ ശരിക്കും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ആക്കി വെക്കും. ഞാൻ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. മോൾക്ക് ഇതൊന്നും അറിയാനായില്ലല്ലോ. അപ്പോൾ ഇത് വലുതാകുമ്പോൾ അവൾ കാണട്ടെ. അവൾക്കൊന്നും മനസ്സിലാവാനായിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാം അവളെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞേട്ടന്മാർ ചെയ്ത അത് എനിക്ക് വേണ്ടി ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അവരപ്പോഴത്തേക്കും വെൽക്കം ന്യൂ ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേക്കെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷന് വേണ്ടി അപ്പുറത്തിപ്പുറത്ത് മുന്തിരിയും പിന്നെ കുറേ ബലൂണുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏട്ടന്മാരാണ്. കുഞ്ഞേട്ടനാണെങ്കിൽ അന്തം പൊട്ടി ഇങ്ങനെ നിൽക്കുക. ഒരു ചെറിയ നാണമൊക്കെ ഉണ്ട് അവർക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കാണണം അവർക്കായിരുന്നു പെണ്ണുവാവ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ പെണ്ണുവാവ വന്നപ്പോഴത്തേക്കും അവർക്ക് രണ്ടാൾക്കും ഒരു നാണമൊക്കെ ആയിപ്പോയി. വലിയേട്ടന്മാരായില്ലേ, വലിയേട്ടനും കുഞ്ഞേട്ടനും. അങ്ങനെ ഇത് ഞാൻ പിന്നീട് ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഒരുക്കങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയി. അവളവിടെ കിടത്തിയ ശേഷം പിന്നീട് കേക്ക് കട്ട് ചെയ്യാൻ മെൽട്ടായി പോകുമല്ലോ. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ 4 പേരും എന്ന് പറയാം, 3 4 പേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്. എനിക്ക് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വലിങ്ങനെ കഴിച്ചില്ല. പിള്ളേർ തന്ന ചെറിയ പീസ് മാത്രം ഒന്ന് വായിലിട്ടു. ഞാനാണെങ്കിൽ ഒന്നാമത് ഇതിൻ്റെ എല്ലാം ഭയങ്കര ഫാനാണ്. കേക്കും ഇതെല്ലാം നല്ലോണം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ സാഹചര്യം അതായതുകൊണ്ട് അങ്ങനെ കഴിച്ചില്ല. പിന്നെ മക്കൾ തരുന്നല്ലേ. ഇത് കുഞ്ഞ് ടോയ്സ് 2 പേരും അപ്പുറത്തിപ്പുറത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ടോയ്സ് എൻ്റെ ഏട്ടന്മാർ വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും വന്നിട്ട് എല്ലാവരും എന്ന് പറയില്ല, അച്ഛനും അമ്മയും ഇവർ 2 പേരും അനു പിന്നെ കുറച്ച് പേര് ഓരോരുത്തർ അറിഞ്ഞ് വരണത്രേ കുഞ്ഞിനെ കാണാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മോളെ ചുറ്റിനും ഇരിക്കുകയാണ്. കുഞ്ഞ് ചെറുങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് അവള് ഏട്ടന്മാരെല്ലാം. എൻ്റെ ഏട്ടൻ നാട്ടിലില്ല. ഏട്ടത്തിയമ്മയാണെങ്കിൽ ജോലി സ്ഥലത്തുമായിരുന്നു. ഏട്ടത്തിയമ്മ വൈകുന്നേരം എത്താം. ഞങ്ങൾ അതിന് മുന്നേ വീട്ടിലെത്തി. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വീഡിയോ കോൾ വഴിയാണ് കണ്ടത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.